നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പലർക്കും പരമപുച്ഛമാണ്. പക്ഷേ മാർപ്പാപ്പയുടെ മുന്നിൽ പോലും വളരെ സൗഹൃദപരമായി കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ കൂടി വിജയമാണ്. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയുടെ വിജയവും കൂടിയാണ്. ലോക നേതാക്കളെ ഞെട്ടിച്ചാണ് G7 രാജ്യ കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർപ്പാപ്പയുടെ സൗഹൃദം പങ്കിടൽ നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളോട് കാട്ടാത്ത അടുപ്പമാണ് മോദിയുമായി മാർപ്പാപ്പ പ്രകടിപ്പിച്ചത് എന്നതാണ് വലിയ സത്യം. G7 വേദിയിൽ നിർമ്മിത ബുദ്ധി, ഊർജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്നീ വിഷയങ്ങളിലായിരുന്നു പ്രധാന ചർച്ച. ഈ വേദിയിലേക്ക് എത്തിയ മാർപ്പാപ്പ ഓരോ നേതാക്കളെയും പ്രത്യേകം പരിചയപ്പെടുകയും ചെയ്തു. ഇവരോടെല്ലാം സാധാരണ നിലയിൽ ആശയവിനിമയം നടത്തിയ പോപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടതും ആശ്ചര്യത്തോടുകൂടി കൈകൾ ഉയർത്തി വേഗത്തിൽ പോപ്പിനടുത്തെത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. മോദിയെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യാൻ പോപ്പും മറന്നതേയില്ല. മറ്റ് ലോക നേതാക്കളോട് കാട്ടാത്ത ആ ഒരു അടുപ്പവും സ്നേഹവും മോദിയുടെ പോപ്പ് പ്രത്യേകമായി കാട്ടി എന്നതാണ് വാസ്തവം. സത്യത്തിൽ കൂടെ നിന്നിരുന്ന അംഗരക്ഷകരെയും ലോക നേതാക്കളെയും ഞെട്ടിച്ചായിരുന്നു ആ പ്രവൃത്തി അവിടെ നടന്നത്. മോദിയെ പല പേരും പറഞ്ഞ, പല കാര്യങ്ങളും പറഞ്ഞ, കളിയാക്കുകയും പുച്ഛിക്കുന്നവരെയും വെറുപ്പ് മാത്രം തള്ളുന്നവരും ഒക്കെ തന്നെ സത്യത്തിൽ മാർപ്പാപ്പയുടെ ഈ പ്രവൃത്തി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ക്രൈസ്തവ ലോകം മുഴുവനും ഇന്നിതാ വാർത്തയാക്കുകയാണ്, ആശ്ചര്യത്തോടുകൂടി കാണുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെക്ഷനിലാണ് G7 നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തത്. G7 രാജ്യതലവന്മാരും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ നേതാക്കളും പോപ്പിന്റെ നിലപാടുകൾ ശ്രദ്ധയോടെ കേട്ടു. സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ എത്താറേയില്ല. ആ പതിവാണ് പോപ്പ് കഴിഞ്ഞ ദിവസം തെറ്റിച്ചത്. കത്തോലിക്ക സഭയുടെ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം വന്നത്. ഈ വേദിയിലെ ഏറ്റവും ശ്രദ്ധേയ കൂടിക്കാഴ്ചയായി മോദിയും പോപ്പും തമ്മിലെ സൗഹൃദം പുതുക്കൽ മാറുകയും ചെയ്തിരുന്നു. 2021 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപ്പാപ്പയെ സന്ദർശിച്ചത്. ഇറ്റലിയിലാണ് 2 ദിവസത്തെ ഉച്ചകോടി നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വരുന്നുമുണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനായി എത്തുന്നത്. 1999 അവസാനമായി മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അന്ന് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ വർഷം തന്നെ പോപ്പ് വിശദീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയുടെയും പോപ്പിനെ ഇന്ത്യയിലേക്ക് മോദി സ്വാഗതം ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്. G7 വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടാണ് പോപ്പ് വിശദമായി സംസാരിച്ചിരുന്നത്. എന്നാൽ ഊഷ്മളമായ സൗഹൃദം കൈമാറൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആയിട്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. സംഭാഷണവും കുറച്ചു സമയവും നീണ്ടു. 3ാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത്. G7 ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നത് ഇത് 5ാം തവണയാണ്. G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എന്നിവരുമായും മോദി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മോദി പ്രതികരിച്ചിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കും. പ്രതിരോധം, ബഹിരാകാശം, വിദ്യാഭ്യാസം, കാലാവസ്ഥ, നിർമ്മിത ബുദ്ധി, കായികം തുടങ്ങിയ മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കുവാനും ഇരുവരും തമ്മിൽ ധാരണയായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിനും മോദി ആശംസകൾ അറിയിച്ചിരുന്നു. പ്രതിരോധം, വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട വിമാനം ചെയ്യുന്ന ഈ റോഡ് മാപ്പ് 2030 നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും മോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ചർച്ച നടത്തിയിരുന്നു. ബ്രിട്ടനുമായുള്ള സഹകരണം 3ാം NDA സർക്കാരിന്റെ കാലത്ത് കൂടുതൽ ശക്തിപ്പെടുമെന്ന് മോദി എക്സിൽ കുറിച്ചിരുന്നു. സെമി കണ്ടക്ടർ, വ്യാപാര, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. G7 രാജ്യങ്ങളായ കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ബ്രിട്ടൻ, US എന്നിവയുടെ ഭരണാധികാരികളും യൂറോപ്യൻ യൂണിയന്റെ സാരഥികളുമാണ് 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ, ബ്രസീൽ, തുർക്കി, അൾജീരിയ, കെനിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ ഈ ആതിഥേയരായ ഇറ്റലി ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോപ്പും തമ്മിൽ നടത്തിയ ആലിംഗനവും സൗഹൃദ പങ്കിടലും തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്.